ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ടോസ്റ്റ്. അപ്പോൾ കൂക്കലിൽ നിന്ന് നമ്മൾ തിരിച്ച് മന്നവന്നൂരെത്തി. മന്നവന്നൂർ ഷീപ്പ് ഫാമിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ആ ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുമുള്ള കാഴ്ചയാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷീപ്പ് ഫാം നല്ലപോലെ കാണാൻ പറ്റും. നിറയെ ചെമ്മരിയാടുകളുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയായിട്ട് നിറയെ തട്ടായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും വെളുത്തുള്ളിയും ഒക്കെ കൃഷി ചെയ്യുന്ന മനോഹരങ്ങളായ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാം. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. കുറച്ച് താമസമുണ്ട്, കാരണം നല്ല തിരക്കാണ്. അതുവരെ നമുക്ക് തണുപ്പൊക്കെ കൊണ്ട് ഇവിടെ കാഴ്ചകളൊക്കെ കാണാം. ഈ കുഞ്ഞിക്കിളികൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബസ് സർവീസുകളും ഉണ്ട് കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് ഫുഡ് വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഷീപ്പിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രമാത്രം ചെമ്മരിയാടുകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണാം. ഫസ്റ്റ് നമ്മൾ ലെമൺ ടീയും ഒരു സോഡ ലൈമും ആണ് ഓർഡർ ചെയ്തത്. അത് രണ്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗീ റൈസും പെപ്പർ ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ല ഒരു ചെറിയ തണുപ്പിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ആംബിയൻസിലിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. അപ്പം മന്നവന്നൂർ വരുമ്പോൾ ഫുഡ് ഈ ഹോട്ടലിൽ നിന്ന് കയറി കഴിച്ചാൽ സ്വാദ് മാത്രമല്ല, നല്ല അടിപൊളി ആംബിയൻസിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാം കൂടി നമുക്ക് 300 റുപ്പീസാണ് കേട്ടോ ആയുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയപ്പോൾ റോഡ് സൈഡിൽ ഒരു കുതിര നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു മരത്തിൻ്റെ താഴെ ഒരു ചെറിയ അമ്പലം കണ്ടു. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടെമ്പിൾസ് ധാരാളമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിനി കൊടൈക്കനാലിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, ഹോട്ടൽ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഹോട്ടലാണ്. എവിടെയും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വേറൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. കോട്ടേജാണ് എടുത്തത്. അപ്പോൾ ജസ്റ്റ് മുകളിലോട്ട് കയറി പോകണം കോട്ടേജിന്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ചപ്പാത്തിയും മട്ടർ പനീറുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഓക്കെ ആണ് കേട്ടോ. പക്ഷെ നല്ല ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിതെല്ലാം കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. കാരണം ഭയങ്കര ടയേർഡായിട്ടുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയ ഓട്ടമാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇവിടെ എന്തൊക്കെയാണ് ഊട്ടിയിലെ അട്രാക്ഷൻസ് എല്ലാം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ ഒരു ഹോട്ടലാണ് കേട്ടോ. സർക്കാർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്തു വെച്ചിട്ടില്ല. ഗാർഡൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുന്നിൽ കാണുന്ന ഫ്ലാറ്റ് പോലത്തെ അവിടെയും റൂമുകളുണ്ട്. നമ്മളിപ്പോൾ കോട്ടേജിലാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ നല്ല ചൂടായിരുന്നു. എന്ന് വെച്ച് നമ്മൾ സ്വെറ്ററൊന്നും എടുത്തിരുന്നില്ല, ജസ്റ്റ് ഒരു ഓവർകോട്ട് മാത്രമേ എടുത്തിരുന്നുള്ളൂ. രാത്രി ആയപ്പോഴത്തേക്കും നല്ലപോലെ തണുപ്പായി. കൊടൈക്കനാലിൻ്റെ നഗര കാഴ്ചകളാണ്. എല്ലായിടത്തും നിറയെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതിനൊരു ഇച്ചിരി പോലും സ്ഥലമില്ല പുതിയതായിട്ടൊരു ബിൽഡിങ് വയ്ക്കാനായിട്ട്. അത്രമാത്രം കൺജസ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഊട്ടി പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഊട്ടിയുടെ ഒരു സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഊട്ടിയുടെ മനോഹാരിത കാണണമെങ്കിൽ പൂമ്പാറയിലേക്കോ കൂക്കലിലേക്കോ ഒക്കെ പോകണം. അങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളാണ് ഇപ്പോൾ ഊട്ടിയുടെ ഭംഗി മുഴുവൻ. ഇവിടെ ഇരിക്കാനായിട്ട് മരം കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. മരമാണോ സിമൻ്റാണോ എന്നറിയില്ല കേട്ടോ. ജസ്റ്റ് കണ്ടപ്പോൾ കയറിയതാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. റൈറ്റ് സൈഡിൽ ഒരു റൂമും ഫ്രണ്ടിലൊരു റൂമും ഉണ്ട്. അല്ലാതെ സിംഗിളായിട്ടുള്ളതുണ്ട് കേട്ടോ. ഗോയിബിബ വഴിയാണ് ബുക്ക് ചെയ്തത്. 2500 കിട്ടി കേട്ടോ. അപ്പോൾ എന്നാൽ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ കാണാം. രാത്രി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ കൊടൈക്കനാലിൽ ഹോട്ടൽ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. അവിടെ ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൽ കൂടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷൻ്റെ അവിടെ എത്താം. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്, ഇഡലി, ദോശ, കടല, ഒരു 3 ടൈപ്പ് ചട്നി, സാമ്പാർ. ഇത്രയാണ്. ബുഫേ ആണ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. താഴെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. കോട്ടേജിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയല്ലേ.
ഇതുപോലെ കുറേ കോട്ടേജുകളുണ്ട്. എല്ലാം പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ. ഈ പൂക്കൾ ധാരാളമായിട്ട് ഇവിടെ കൊടൈക്കനാലിൽ കാണുന്നുണ്ട്. അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഹോട്ടൽ തമിഴ്നാടു നിന്ന് കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.